ഹലോ, നമസ്കാരം. അവഗണന, അടിമത്തം, അപകർഷ ജീവിതം, അധികാരധിക്കാരം, അധിനിവേശം. മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി എന്ന കവിതയിലെ വരികളാണിത്. ഏതാണ്ട് ഇതുപോലെയാണ് അധികാര കസേരയിലുള്ളവരുടെ സമീപനം. ജനങ്ങളോടും ജനകീയ ആവശ്യങ്ങളോടും അവഗണന. ആ അവഗണനയെക്കുറിച്ചും അധികാരികളുടെ പരിഗണന വേണ്ടവയുമാണ് പൊതുജനം കഴുതയല്ല സാർ പറയുന്നത്. ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ആദ്യം പൊതുജനം കഴുതയല്ല സാർ ഇമ്പാക്റ്റിലേക്കാണ്. തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ 70-ലധികം തെരുവ് നായ്ക്കളെ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പൊതുജനം കഴുതയിലൂടെ പ്രേക്ഷകർ കണ്ടിരുന്നു. പ്രദേശത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ നായ്ക്കളെ കൊണ്ട് നേരിട്ടിരുന്നത്. ആ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. തെരുവുനായ പ്രശ്നത്തിൽ ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ഒപ്പം തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ വിഷയത്തിൽ കോർപ്പറേഷൻ ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നും മേയർ 24-ന് ഉറപ്പു നൽകി. തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ നായപ്രേമം ഒരു നാടിനാകെ ശാപമായി മാറിയ വാർത്ത 24 കഴിഞ്ഞ ദിവസം പുറത്ത് വിട്ടിരുന്നു. ഇപ്പോൾ മേയർ വി രാജേഷ് 24-നൊപ്പം ചേരുന്നുണ്ട്. മേയറെ, എന്താണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടോ? നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ആ വാർത്ത വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അനിമൽ വെൽഫെയർ ബോർഡ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വിവിധ NGOകളുടെ ഉൾപ്പെടെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു. എന്തായാലും ജനുവരി 30-ന് മുൻപ് തെരുവുനായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്നതിനുള്ള ആദ്യത്തെ നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ചേങ്കോട്ടുകോണത്ത് ഞങ്ങളുടെ ഈ വാർത്ത വന്ന വിഷയം, അവരൊരു വീട്ടിൽ ഈ നായ വളർത്തുകയാണ്. അതിൽ കുറച്ച് ഗൗരവമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ആ വളർത്തുന്ന ഈ നായ വളർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ നായയെ കോർപ്പറേഷനോ ആരെങ്കിലും ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്ന് ലെറ്റർ കഴിഞ്ഞ ഭരണസമിതി കൊടുത്തിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ട് ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കും. കോർപ്പറേഷൻ ഗൗരവമായിട്ടാണ് കാണുന്നത്, ഈ വിഷയത്തിൽ ഇടപെടും. ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി തെരുവുനായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്നതിനുള്ള ഇതുമായി ഏറ്റെടുത്ത് എല്ലാ ദിവസവും അതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. വരാൻ പോകുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കോർപ്പറേഷൻ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ബോധ്യമാവും. അപ്പോൾ ഈ തിരുവല്ലത്ത് ഈ ഒരു ബന്ധീകരണ കേന്ദ്രം ഇപ്പോൾ കേസിൽ കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പുതിയ ഭരണസമിതിക്ക് നടത്താൻ വേണ്ടി കഴിയുമോ? അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 3-4 നായ്ക്കളെയാണ് ഒരു ദിവസം കൃത്യമായിട്ട് വന്ധ്യീകരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് പോരാ. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ ഒരു 50 തെരുവുനായ്ക്കളെങ്കിലും വന്ധ്യീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഒരു 100-200 ദിവസം കൊണ്ട് നമ്മുടെ നഗരത്തിലെ മുഴുവൻ നായ്ക്കളെയും വന്ധ്യീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നൊരു പോർട്ടബിൾ യൂണിറ്റിൻ്റെ ഇപ്പം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. അവിടെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഈ മാസം അവസാനത്തോടുകൂടി അവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അത് വിട്ടുകിട്ടുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളുമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു നിർദ്ദേശം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 10 നായ്ക്കളെ അവർക്ക് വന്ധ്യീകരിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു 60-70 എണ്ണത്തിന് നമ്മളതിന് ശേഷം അവർക്ക് വിശ്രമം കൊടുത്ത് സംരക്ഷിക്കേണ്ടി വരും. അതിനൊക്കെയുള്ള സംവിധാനം അതിലുണ്ട്. ഞങ്ങൾ സ്ഥലം കൊടുത്താൽ മതി. അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഇന്ന് രാവിലെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ട് പോകുന്നത്. ചേങ്കോട്ടുകോണത്തെ പ്രശ്നം ആദ്യ പ്രയോറിറ്റിയായി പരിഹരിക്കും. ചേങ്കോട്ടുകോണത്തെ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ചേങ്കോട്ടുകോണം വാർഡ് കൗൺസിലർ ശ്രീമതി സിന്ധു ശശി അവരോട് വന്നിരുന്നു. ഞങ്ങൾ ഗൗരവമായിട്ട് സംസാരിച്ചു. നല്ല കോൺഫിഡൻസിലാണ് കൗൺസിലറും പോയത്. എന്തായാലും തീർച്ചയായിട്ടും ഈ വിഷയം ഞങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും. ചേങ്കോട്ടുകോണത്തെ വിഷയം പരിഹരിക്കുന്നതിനപ്പുറം തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ വിഷയത്തിലും ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വി രാജേഷ് മേയർ 24-നോട് ഉറപ്പ് നൽകിയിരിക്കുന്നത്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ മെറ്റിൽഡയാണ് ഈ തെരുവു നായ്ക്കളെ വളർത്തുന്നത്. അത് പക്ഷേ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിക്ക് മെറ്റിൽഡ തന്നെ കത്ത് നൽകിയിരുന്നതാണ് ഈ തെരുവു നായ്ക്കളെ കോർപ്പറേഷൻ്റെ ഷെൽട്ടറിൽ താമസിപ്പിക്കണമെന്ന്. പക്ഷേ ആ കോർപ്പറേഷൻ ഈ ജനകീയ വിഷയത്തോട് മുഖം തിരിച്ചു. ഏതായാലും ആ ഭരണസമിതിയെ ജനങ്ങൾ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത്തരം ജനകീയ വിഷയങ്ങളോടൊക്കെ, ജനങ്ങളുടെ ആവശ്യങ്ങളോടൊക്കെ അനുകൂലമായി
പ്രതികരിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. തിരുവനന്തപുരം നഗരസഭാ ഭരണസമിതി ആ നിലയിൽ അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. മേയർ വി രാജേഷ് ഇപ്പോൾ പറഞ്ഞത് ഈ മാസം 30-നകം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. NSG പറയുന്നുണ്ട് ഇതുപോലെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം ഉണ്ടാകട്ടെ എന്ന്. മോഹൻ പിലാത്തറ പറയുന്നു 24 വാർത്തയുടെ പിന്നാലെ എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിച്ചിരിക്കുന്നു, അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന കാര്യം. മിനി ബാബു ആലപ്പുഴ പറയുന്നുണ്ട് പൊതുജനം കഴുതയല്ല എന്ന പ്രോഗ്രാമിലൂടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. നാട്ടിൽ പണിയില്ല, പണിയെടുത്താൽ കൂലിയില്ല, ജയിലിൽ പോകുന്നതാണ് ഇതിലും ഭേദമെന്നാണ് ചിലർ പറയുന്നത്. തടവുപുള്ളികളുടെ കൂലി കൂട്ടിയതിനോടുള്ള വിമർശനവും പരിഹാസവുമാണ് ആ വാക്കുകളിൽ കലർന്നിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ശരിയാണ്. ആശമാർക്ക് 400 രൂപ പോലും കൂലിയില്ലാത്തപ്പോൾ കുറ്റം ചെയ്ത് ജയിലിൽ പോയവർക്ക് 620 രൂപ കൂലി അന്യായമല്ലേ എന്ന് ആർക്കും തോന്നും. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ജയിലിലെ പണിക്കൂലി തടവുകാർക്ക് സുഖജീവിതത്തിനുള്ളതല്ല. അറിയാം ജയിൽ കൂലിയുടെ വിശേഷം. സംസ്ഥാനത്ത് 7 വർഷത്തിനു ശേഷമാണ് തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. 3 വർഷം കൂടുമ്പോൾ വേതനം പരിഷ്കരിക്കണമെന്ന് 2016 മോഡൽ പ്രസന്റ് മാനുവൽ ഉദ്ധരിച്ച് സുപ്രീം കോടതി കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ തടവുകാർക്കും ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാപരമായ തത്വമാണെന്നും മാനുഷികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേതനം നിർണ്ണയിക്കണമെന്നും സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ മിനിമം വേതനത്തിന്റെ 1/5 മാത്രമാണ് തടവുകാർക്ക് വേതനമായി നൽകിയിരുന്നത്. സുപ്രീം കോടതി വിധി പ്രകാരമാണ് വേതന പരിഷ്കരണം ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയത്. തടവുകാരുടെ വേതനം സ്കിൽ ജോലിയിൽ 620 രൂപ, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് വിഭാഗത്തിൽ 560, 530 രൂപ എന്നിങ്ങനെയാണ് യഥാക്രമം വർദ്ധിപ്പിച്ചത്. കോടതികളുടെ മേൽനോട്ടത്തിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർവഹണ നിയന്ത്രണത്തിലും പ്രവർത്തിക്കുന്ന സഞ്ചിത നിധിയിലേക്കാണ് ഈ പണം നൽകുക. കോടതി വിധിയുടെ ഭാഗമായ പിഴ, കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം, ജയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി നിശ്ചിത വിഹിതം എടുക്കും. ബാക്കി തുക നിർബന്ധിത സമ്പാദ്യമായി സൂക്ഷിച്ചു വെക്കുകയും തടവുപുള്ളി ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ മാത്രം കൊടുക്കുകയുമാണ് രീതി. കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് 30%, 25% തടവുപുള്ളികളുടെ ക്യാന്റീൻ ഭക്ഷണത്തിനും 50% കുറ്റവാളികളുടെ ആശ്രിതരുടെ ഉപജീവനത്തിനും കഴിഞ്ഞ് 25% തുക മാത്രമാണ് തടവുപുള്ളിയുടെ സമ്പാദ്യമായി നീക്കിവെക്കുക. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കുകയാണ് തടവുകാരുടെ വേതന വർധന മറ്റു തൊഴിലാളികളുടെ വേതനവുമായി താരതമ്യപ്പെടുത്തിയുള്ള പ്രചാരണങ്ങൾ കൊഴുക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. സയ്യിദലവി KP ചോദിക്കുന്നുണ്ട് അപ്പോൾ ജയിലിൽ സ്ഥലമുണ്ടാകുമോ എന്ന്. ഓമനാകൃഷ്ണൻ പറയുന്നു തടവുപുള്ളികളിൽ കൂടുതലും രാഷ്ട്രീയ പാർട്ടിക്കാരാണല്ലോ, അതാണ് വേതനം കൂട്ടിയതെന്ന്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ശബരിമലയിലെ അഴിമതി പരമ്പര സ്വർണ്ണപ്പാളിയിലും വാജിവാഹനത്തിലും അഭിഷേക നെയ്യിലും അവസാനിക്കുന്നില്ല. ഭക്തർ ആത്മാർപ്പണത്തോടെ നടത്തുന്ന പൂജകളിൽ പോലും കൊടും ക്രമക്കേടുകളാണ് നടക്കുന്നത്. പടിപൂജ വഴിപാട് അനുവദിക്കുന്നതിലുൾപ്പെടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാരും അവരുടെ ഏജന്റുമാരും ചേർന്നാണ് ഭക്തരെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക്. ശബരിമലയിലെ 18 തരം പൂജകൾ, 39 തരം വഴിപാടുകൾ എന്നിവ പരാമർശിച്ചാണ് വിജിലൻസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശേഷാൽ പൂജകളുടെ സ്ലോട്ടുകൾ ദേവസ്വം ബോർഡ് ജീവനക്കാരും അവരുടെ ബിനാമികളും കൈക്കലാക്കുകയും പിന്നീട് ഉയർന്ന തുക ഈടാക്കി ഭക്തർക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പടിപൂജയാണ് ഇതിൽ പ്രധാനം. ശബരിമലയിലെ 18 പടികളിലും പൂക്കളും പട്ടുവസ്ത്രങ്ങളും ദീപങ്ങളും അർപ്പിച്ചാണ് പടിപൂജ. നിലവിൽ 2041 വരെ പടിപൂജയ്ക്കുള്ള ബുക്കിംഗ് ഫുള്ളാണ്. 1.37 ലക്ഷം രൂപയാണ് പടിപൂജയുടെ ഔദ്യോഗിക നിരക്ക്. എന്നാൽ 10 ഇരട്ടി വരെ ഇടനിലക്കാരായ ബിനാമികൾ അധികമായി ഈടാക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ വഴിപാടുകൾക്കും ചടങ്ങുകൾക്കും പണം നൽകിയ യഥാർത്ഥ ഭക്തരുടെ പേരുകൾ TDB രേഖകളിൽ രേഖപ്പെടുത്തുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പടിപൂജ ബുക്ക് ചെയ്തവരിൽ പലരും ചടങ്ങ് നടത്തിയിട്ടില്ലെന്നും ഇത്തരം സ്ലോട്ടുകൾ ഏജന്റുമാർ ഉയർന്ന നിരക്കിൽ മറിച്ചു വിൽക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു.
തങ്കയങ്കി ചാർത്ത്, അഷ്ടാഭിഷേകം, സഹസ്രകലശം, ഉദയാസ്തമയ പൂജ, പുഷ്പാഭിഷേകം, കലശാഭിഷേകം തുടങ്ങിയ വഴിപാടുകളിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. തങ്കയങ്കി ചാർത്ത്, അഷ്ടാഭിഷേകം എന്നിവയ്ക്ക് 2035 വരെയും സഹസ്രകലശത്തിന് 2030 വരെയും സ്ലോട്ടുകൾ ഒഴിവില്ലെന്നിരിക്കെയാണ് ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. സന്നിധാനത്ത് മുറികൾ അനുവദിക്കുന്നതിലും VIP ശൈലിയിലുള്ള ദർശനത്തിനായും ക്രമക്കേടുകൾ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. പ്രീമിയം താമസ സൗകര്യം, ദർശനം, പൂജാ സ്ലോട്ടുകൾ എന്നിവ ക്രമീകരിച്ച് ട്രാവൽ ഓപ്പറേറ്റർമാരുടെ ഏജന്റുമാരായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയിലെ താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരാവശ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടെ പലരെയും പലവട്ടം ആവർത്തിച്ച് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. അഭിഷേകത്തിന് ശേഷമുള്ള നെയ്വിൽപ്പനയിൽ 13,675 പാക്കറ്റ് നെയ് കാണാതായ സംഭവത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണിപ്പോൾ. അന്നദാനത്തിന്റെ കാര്യത്തിലും റിപ്പോർട്ടിൽ സംശയങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. മറ്റൊരു വിശേഷത്തിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളാകട്ടെ, ആശുപത്രിയിൽ പോകുന്ന രോഗികളാകട്ടെ, പണിക്ക് പോകുന്ന തൊഴിലാളികളാകട്ടെ, കുത്തിയൊലിച്ചൊഴുകുന്ന എടയാർ പുഴയുടെ മുകളിലൂടെ താത്കാലികമായി കെട്ടിയ തൂക്കുപാലത്തിൽ ജീവൻ പണയം വെച്ച് വേണം മറുകരയെത്താൻ. 1-2 ദിവസമല്ല, 1.5 കൊല്ലമായി കണ്ണൂർ ചിറ്റാരിപ്പറമ്പിലെ 3 ഉന്നതികളിലുള്ളവർ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ ആശ്രയമായിരുന്ന കോൺക്രീറ്റ് നടപ്പാലം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. അക്കരെയുള്ള മനുഷ്യരെ അധികൃതരാരും ഇതുവരെ കണ്ടമട്ടില്ല. പാലം വേണം. എന്താ വേണ്ടത്? പുതിയ പാലം വേണം. എന്താ എംഎൽഎയോട് പറയാനുള്ളത്? ഒരു പാലം വേണം. ഇതുവഴിപ്പോ നടക്കുമ്പോ എന്താ തോന്നുക? ഒരു പേടിയുണ്ട് നടക്കുമ്പോൾ. ഓരോ തവണ പുഴ മുറിച്ച് കടക്കുമ്പോഴും രക്ഷിതാക്കളുടെ ഉള്ളിൽ തീയാണ്. പാലം ഒന്ന് പണിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതവർ പരിഗണിച്ചിരിക്കുന്നു. അതിനെന്തോ 1 കോടി രൂപ എങ്ങാനും പെട്ടെന്ന് തന്നെ പാസ്സാവുകയും ചെയ്തതിന്. പക്ഷേ ഇതുവരെ പണി തുടങ്ങാത്തതിലാണ് ഞങ്ങൾക്ക് ഒരു വിഷമത. എത്രയും പെട്ടെന്ന് ഈ പാസ്സായ അർത്ഥത്തിൽ ഒന്ന് പാലത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ സഹകരിച്ചിരുന്ന് തന്നെ വരും. 2024 കണ്ണവം വനത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് 35 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലം തകർന്നത്. ഉന്നതികളിൽ നിന്ന് എളുപ്പമാർഗം കോളയാട്, എടയാർ, കണ്ണവം പ്രദേശങ്ങളിൽ എത്തിച്ചേരാനുള്ള ഏക വഴിയായിരുന്നു എടയാർ പുഴ നടപ്പാലം. പാലം തകർന്ന് ദുരിതത്തിലായതോടെ നാട്ടുകാരുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും കൂട്ടായ്മയിൽ 20 മീറ്റർ ഉയരത്തിൽ തൂക്കുപാലം നിർമ്മിച്ചാണ് 1.5 വർഷമായി പ്രദേശത്തെ വിദ്യാർത്ഥികളും നാട്ടുകാരും യാത്ര ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഒരു ഇഷ്ടംപോലെ പിള്ളേരുണ്ട് സ്കൂളിൽ പോകുന്നത്. അവർക്ക് പോകാനും വരാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അതിന് വലിയ വേഗം എടുത്ത് ഇതിലൂടെ രാവിലെ ഇങ്ങോട്ട് വന്ന് പിന്നോ നടന്ന് ആ ബസ് സ്റ്റോപ്പ് വരെ പോയി പിന്നോ തിരിച്ചു പോയിട്ട് പോകുമ്പോൾ ഫുള്ള് അവർ ടയേർഡാവും. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസെല്ലാം പെട്ടെന്ന് വന്നാൽ ഇപ്പോൾ ചുറ്റി 3-4 കിലോമീറ്റർ പോകണം. 3-4 കിലോമീറ്റർ അവിടെ ചുറ്റിയിട്ട് അങ്ങോട്ട് തന്നെ പോകണം. ഇപ്പോൾ ആണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ പാലം കിട്ടിയതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വേഗം റെഡിയാക്കിയിട്ട് തിരിച്ചു വരാം. ഇതിപ്പോൾ എല്ലാം കൊണ്ടും ഫുള്ള് ബുദ്ധിമുട്ടിയിട്ടില്ലേ. പാലം പോയിട്ട് ഇവിടെ MP വന്ന് MLA വന്ന് എല്ലാം വന്ന് പോകാന്നല്ലാതെ സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമില്ല, ചെയ്തു തരാനും സമയമില്ല. നമ്മളിവിടെ പാലം പോയിട്ട് രണ്ടാമതും ഈ മരപ്പാലം പോയിട്ട് പ്രസിഡന്റ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ, ഇവിടുത്തെ മെമ്പർ രേഷ്മ സന്തോഷ്, അവരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്കുള്ള ആവശ്യമല്ലേ, നിങ്ങൾക്ക് വേണേൽ പാലം കിട്ടുമെന്ന്. ഈ MP ആയാലും MLA ആയാലും പഞ്ചായത്ത് ഭരിക്കുന്നവരായാലും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എന്തിനാ സാധാരണക്കാരന് ഒരു ഉപകാരമില്ല, പിന്നെ എന്തിനാ അവരവിടെ ഇരിക്കുന്നത്? പന്നിയോട് പ്രദേശത്ത് 112 വീടുകളാണുള്ളത്. പ്രദേശത്തെ 100-ൽ പരം വിദ്യാർത്ഥികൾ കോളയാട്, കണ്ണവം, ചിറ്റാരിപ്പറമ്പ് പ്രദേശങ്ങളിലെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. നടപ്പാലം തകർന്ന 2024 മാസങ്ങളോളം 5 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ച് പൂഴിയോട് വഴിയാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും കണ്ണവം ടൗണിൽ എത്തിയിരുന്നത്. 4 കവുങ്ങ് കൊണ്ടുള്ള ഈ മരപ്പാലത്തിലൂടെയാണ് കൈച്ചേരിയിലെയും തൊടിക്കളത്തിലെയും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത്. അത് എത്രത്തോളം അപകടകരമാണെന്ന് മട്ടന്നൂർ MLAയ്ക്കും കണ്ണൂർ MPയ്ക്കും മനസ്സിലാകുമായിരിക്കും. അതുകൊണ്ട് ഈ പാലം എത്രയും പെട്ടെന്ന് പണിഞ്ഞു കൊടുക്കുക. കണ്ണൂരിൽ നിന്നും
രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരു ചായ കുടിച്ചാലോ? ഈ ചോദ്യം മലയാളികൾക്ക് സൗഹൃദത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ ഷോർട്ട് ഫോമാണ്. രോഗം കൊണ്ട് വലച്ച നിർധനരായ കുറേ മനുഷ്യരോട് കരുതലിൻ്റെ കരം നീട്ടിക്കൊണ്ട് വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെൻറ് ജോർജ് ആശുപത്രിയും ചോദിച്ചു, നമുക്കൊരു ചായ കുടിച്ചാലോ? അങ്ങനെ സൗജന്യ ഡയാലിസിസിന് പണം കണ്ടെത്താൻ അവർ സംഘടിപ്പിച്ച ചായ കാർണിവൽ ആഘോഷമാക്കുകയാണ് വാഴക്കുളത്തെ ജനങ്ങൾ. ഒരു വർഷം 7000 ഡയാലിസിസുകളെങ്കിലും സൗജന്യമായി നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആ പാക്കേജിലേക്ക് വരാം. മറ്റൊരു നല്ലൊരു വാർത്തയിലേക്ക് ആദ്യം പോകാം. സമൂഹത്തിൽ വർഗീയതയും അപരവിദ്വേഷവും പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് മാതൃകയാവുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടുള്ള മടിയൻ കൂലോം ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള ജുമാ മസ്ജിദും. ക്ഷേത്രത്തിലെ പാട്ടുത്സവ ചടങ്ങിൽ സാഹോദര്യത്തിൻ്റെ സന്ദേശവുമായാണ് പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തത്. മതവും ജാതിയും ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ സമൂഹത്തിന് മാതൃകയാവുകയാണ് കാഞ്ഞങ്ങാട് മടിയൻകൂലോം ക്ഷേത്രവും സമീപ പ്രദേശത്തെ ജുമാ മസ്ജിദ് ഭാരവാഹികളും. 700 വർഷങ്ങൾക്കപ്പുറമുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയാണ് ഇവിടുത്തുകാർ. 1000 വർഷങ്ങൾക്ക് മുൻപ് നാട്ടുരാജാക്കന്മാരുടെ പടയോട്ട കാലത്ത് അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനായി വനമേഖലയിൽ കാളരാത്രി അമ്മയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ആ കാലഘട്ടത്തിൽ മതജാതി വേർതിരിവുകൾ ഇല്ലായിരുന്നെന്നും മനുഷ്യത്വത്തിന് മാത്രമാണ് അന്ന് പ്രാധാന്യം നൽകിയതെന്നുമാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വിശ്വാസം ഇന്നും പിന്തുടരുകയാണ് കാഞ്ഞങ്ങാട്ടുകാർ. മടിയൻകൂലോം പാട്ടുത്സവ ചടങ്ങിനിടയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവിന് ശേഷമുള്ള ഇടവേളയിലാണ് അതിഞ്ഞാൽ ജമാഅത്ത് ഭാരവാഹികളും മാണിക്കോത്ത് ജമാഅത്ത് ഭാരവാഹികളും ക്ഷേത്രത്തിൽ സൗഹൃദ സന്ദർശനം നടത്തിയത്. ഉമർ സമർഗന്തും ക്ഷേത്രപാലകനും തമ്മിലുള്ള 700 വർഷത്തിനപ്പുറമുള്ള സൗഹൃദ ബന്ധത്തിന്റെ സ്മരണ പുതുക്കിയാണ് സന്ദർശനം. ഇന്ന് യുദ്ധത്തിൽ പോലും മനുഷ്യത്വം മാത്രമാണ് അന്ന് നിന്നത്. കാരണം മടിയൻകൂലം എന്നും ഒരു മലബാറിലത്തെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അന്ന് പല തീരുമാനങ്ങളും രാജഭരണ കാര്യങ്ങളും തീരുമാനിക്കുന്നൊരു സ്ഥലമായിരുന്നു മടിയൻകൂലം എന്നുള്ളത് വ്യക്തമാണ്. പഴയകാല വിശ്വാസങ്ങൾ പിന്തുടരുന്നതുകൊണ്ട് കാഞ്ഞങ്ങാട് മേഖലയിൽ ഇന്നും മതസൗഹാർദ്ദം നിലനിൽക്കുന്നുവെന്ന് അതിഞ്ഞാൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് തെരുവത്ത് മൂസ. ഈ തെക്കൻ ഭാഗത്ത് ഈ മത സ്പർദ്ധ എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ ഇല്ല. പിൽക്കാലത്ത് സ്റ്റേറ്റ് കൊണ്ടിൽ എന്തോ ഒരു രാഷ്ട്രീയമായി ഉണ്ടായ ഒരു സംഭവിച്ച ബാക്കി പ്രശ്നങ്ങളൊന്നും ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടാവാറില്ല. ഇവിടെ ഇല്ല. വളരെ സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദം. അതായത് യാതൊരു ഇതുമില്ല. ഇതൊരു ചരിത്രപരമം തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഉണ്ടാകുന്നൊരു ഒരു രണ്ട് സമുദായത്തെ തമ്മിൽ ഇങ്ങനെ സൗഹാർദ്ദം എന്നില്ല. ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ഇരു ജമാഅത്ത് ഭാരവാഹികളെയും വിശ്വാസികളെയും ക്ഷേത്ര ഭാരവാഹികളും നവീകരണ കമ്മിറ്റി അംഗങ്ങളും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പുതുതലമുറയ്ക്ക് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പകരുമെന്ന് ഒന്നിച്ച് പ്രതിജ്ഞയെടുത്തു. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പെരുമ വിളിച്ചോതി ഇനി വരും വർഷം കാണാമെന്ന യാത്ര പറച്ചിലുമായി കാളരാത്രി അമ്മയുടെ അനുഗ്രഹത്തോടെ ഇരുകൂട്ടരും പിരിഞ്ഞു. അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്. ഏതായാലും മതസൗഹാർദ്ദത്തിൻ്റെയും മാനവ സൗഹാർദ്ദത്തിൻ്റെയും ഇത്തരം കാഴ്ചകൾ നിറഞ്ഞതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന കാര്യത്തിൽ തർക്കമില്ല.
കാസർകോട്ടെ മടിയൻകൂലോം ക്ഷേത്ര ഭാരവാഹികൾക്കും സമീപത്തെ അതിഞ്ഞാൽ ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികൾക്കും അവർ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരാചാരമാണ്. അത് ഇനി അടുത്ത വർഷമായിരിക്കും വീണ്ടും ഈ ആചാരം വീണ്ടും നടക്കുക. ഏതായാലും അവർക്കൊക്കെയും അവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ നല്ല സ്നേഹം. മറ്റൊന്ന്, ഇപ്പോൾ മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ആശ സിംഗപ്പൂർ ഫോൺ കേടായതുകൊണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല, എന്നാലും ഫോണിൽ വാർത്ത കേൾക്കുന്നുണ്ട് എന്ന കാര്യം. ഏതായാലും ആശ സിംഗപ്പൂരിൻ്റെ ഫോൺ വേഗം ശരിയായി കിട്ടട്ടെ, അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങട്ടെ. ഇത്തരം 24-ൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ആശ സിംഗപ്പൂർ. ഇത്തരം പരിപാടികളും വാർത്തകളുമൊക്കെ ആശ സിംഗപ്പൂർ കമൻറ്റ് ചെയ്തില്ലെങ്കിലും അതിൽ വാർത്തകളൊക്കെ കൃത്യമായി കേൾക്കുന്നുണ്ട്, പരിപാടികൾ കാണുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ചായ സ്റ്റോറിയിലേക്ക് പോകാം. ഒരു ചായ കുടിച്ചാലോ എന്ന ചോദ്യം മലയാളികൾക്ക് സൗഹൃദത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ ഷോർട്ട് ഫോമാണ്. രോഗം കൊണ്ട് വലച്ച നിർധനരായ കുറേ മനുഷ്യരുണ്ട്. അവർക്ക് കരുതലിൻ്റെ കരം നീട്ടിക്കൊണ്ടാണ് വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെൻറ് ജോർജ് ആശുപത്രിയും നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചത്. അങ്ങനെ സൗജന്യ ഡയാലിസിസിന് പണം കണ്ടെത്താൻ അവർ സംഘടിപ്പിച്ച ചായ കാർണിവൽ ആഘോഷമാക്കുകയാണ് വാഴക്കുളത്തെ ജനങ്ങൾ. ഒരു വർഷം 7000 ഡയാലിസിസുകളെങ്കിലും സൗജന്യമായി നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങാകണമെന്ന ഒരു നാടിന്റെ തീരുമാനമാണ് ചായ കാർണിവൽ എന്ന ആശയത്തിന് പിന്നിൽ. അങ്ങനെ വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ ജനുവരി 15-ന് നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടി ചായ കാർണിവൽ ആരംഭിച്ചു. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തനം. ഉത്പാദന ചെലവ് മാത്രം ഈടാക്കി ബാക്കി ലഭിക്കുന്ന മുഴുവൻ ലാഭവും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായാണ് മാറ്റിവെക്കുന്നത്. നമ്മുടെ ഈ വാഴക്കുളം പരിപാടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഇവിടുത്തെ ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വളരെ ഗംഭീരമായിരുന്നു. വെറും ചായ മാത്രമല്ല, വ്യത്യസ്തമായ പലതരം രുചിക്കൂട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഴക്കുളം മെർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ സ്പെഷ്യൽ നാടൻ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ പിന്തുണയോടെ പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ക്ലബ് അധികൃതരുടെ പ്രതീക്ഷ. കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബാണ് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ അംഗങ്ങളെ ചേർക്കുന്നതിനും ഇതിൻ്റെ ധനശേഖരണാർത്ഥവുമാണ് നമ്മൾ വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റിയിൽ ചായ കാർണിവൽ എന്ന ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടകം സെക്കൻഡ് ഷിഫ്റ്റ് പൂർത്തീകരിച്ച് 250 ഡയാലിസിസ് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു വർഷത്തിൽ 6300 ഡയാലിസിസ് ചെയ്തു നൽകുക എന്നുള്ളതാണ് നമ്മുടെ സെന്ററിന്റെ ഉദ്ദേശം. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെന്റ് ജോർജ് ആശുപത്രിയും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി ധനശേഖരണം നടത്തുക എന്ന ലക്ഷ്യമാണ് ചായ് കാർണിവലിന് പിന്നിൽ. ആൻഡ് അവർ ചാരിറ്റിക്ക് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് അതൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. ഞങ്ങളിപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ മാക്സിമം എല്ലാ സ്റ്റോൾസും എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും ഇത് കണ്ടറിഞ്ഞ് വരണം, അത്രേ പറയാനുള്ളൂ. വാഴക്കുളം ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഡാൻസ് ഒക്കെ അവതരിപ്പിച്ചു. കാർണിവലിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബാൻഡ് മ്യൂസിക് തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. കേരളത്തിലെ ആദ്യ ഡയാലിസിസ് ക്ലബ് കൂടിയാണ് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്. 24 കൊച്ചി. ചായ കാർണിവൽ നല്ല ആശയമെന്ന് എബ്രഹാം തോമസ്, വിനീത് നാരായണൻകുട്ടി തുടങ്ങി നിരവധി പ്രേക്ഷകർ പറയുന്നുണ്ട്. വാഴക്കുളം നിവാസികൾക്ക് അനുമോദനങ്ങൾ നിരവധി പ്രേക്ഷകർ അർപ്പിക്കുന്നുമുണ്ട് 24-ൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കമന്റ് ബോക്സുകളിൽ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.